കുറ്റക്കാരനല്ലാതെ ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. അത് ഓരോ ആൾക്കാർക്ക് ഓരോരോ പെർസെപ്ഷനാണ്. എന്താ അവര് വ്യൂ പോയിന്റിൽ നോക്കുമ്പം ചിലർക്ക് സന്തോഷമായിരിക്കും, ചിലർക്ക് നിരാശയായിരിക്കും. ഞാനിത് വിധിപ്പകർപ്പ് വായിച്ചതിന് ശേഷം ഇതിനകത്ത് എത്രമാത്രം അയാളുടെ പങ്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലായിരുന്നോ, എവിടെയാണ് തെളിയിക്കുക, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് വന്നതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും പറയും. അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ തീരുമാനം അതാണെങ്കിൽ നമ്മളത് അനുസരിച്ച് നിൽക്കുക. അതൊരു വലിയ തീരുമാനമല്ലേ. അതെല്ലാം അവർ തീരുമാനിക്കട്ടെ. അതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അതെല്ലാം ഇനി തെളിയേണ്ട കാര്യങ്ങളല്ലേ. കുറ്റക്കാരനല്ലാതെ ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. റോഡുകളുടെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ മണ്ഡലത്തിൽ നിങ്ങളൊന്ന് വന്ന് പ്ലീസ് ഒന്ന് കാണണം. ഈ വരുന്ന എന്റെ മണ്ഡലമല്ല ഇത്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും മുകേഷ് എന്ന് പറയുമ്പോ ഒരു ഗുമ്മല്ലേ. ഇവിടുത്തെ മെമ്പർ ആരാ, അത് നോക്കണമല്ലോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.